എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഗോകു അവനാണെങ്കിൽ ആ മുടിയനുമായിട്ട് പരാജയപ്പെട്ട് അങ്ങനെ വീണ് കിടക്കുകയാണ്. അടുത്ത നിമിഷം ആ നേവി ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ അവിടേക്ക് വരും. അതിലുണ്ടായിരുന്ന സോൾജിയർ ആണെങ്കിൽ ഗോകുവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ഡബിൾ ഫ്രൂട്ട് ഡ്രാഗൺ ബോൾ അതെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം ഗോകു അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ കൈ തട്ടി മാറ്റി അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം അവൾ കരുതിയത് ഗോകു മരിച്ചുപോയെന്നാണ്. പക്ഷേ ഗോകു തിരികെ വന്നിരിക്കുകയാണ്. അവൾക്ക് നഷ്ടപ്പെട്ടു പോയ അവളുടെ പപ്പയ്ക്ക് പകരമായിട്ട് ആ സോൾജിയർ ആണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ഗോകു ആ ഹെലികോപ്റ്റർ അടക്കം എല്ലാം തകർത്ത് കളയാണ്. ഈ കാര്യം അറിഞ്ഞ ആണെങ്കിൽ ആകെ ഷോക്കാവും. അവനുടനെ ആ മുടിയനെ വിളിച്ച് കാര്യം പറയും. എനിക്ക് 3 ദിവസം കഴിയാതെ ഇവിടുന്ന് പോകാനായിട്ട് കഴിയില്ല. കാരണം എന്റെ ഡ്രസ്സ് ഇതുവരെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. അത് സ്റ്റിച്ച് ചെയ്യാതെ ഞാൻ എവിടേക്കും പോവില്ല എന്ന് അവൻ തീർത്തു പറയും. അതേസമയം ഇവിടെ നമ്മുടെ ഗോകു അവന്റെ ആ ഡ്രാഗൺ ബോളിലേക്ക് തന്നെ നോക്കും. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ആ ജയന്റ് മാനെ ആലോചിച്ച് ആ കുഞ്ഞിപ്പെണ്ണിനോട് പറയും, തീർച്ചയായിട്ടും ഞാൻ നിന്റെ പപ്പയെ തിരികെ കൊണ്ടുവരും. 7 ഡ്രാഗൺ ബോളും ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഡ്രാഗൺ പ്രത്യക്ഷമാവും. അതിനോട് ചോദിക്കുന്ന ഒരു വിഷ് അത് സാധിച്ചു തരും. സോ ആ ഒരു വിഷ് നിന്റെ പപ്പയായിരിക്കും. പക്ഷെ അതിനെനിക്ക് കുറേ അധികം പവർ ആവശ്യമാണ്. ആ മുടിയൻ നമ്മൾ കരുതും പോലെയല്ല, അവൻ ഭയങ്കര പവർഫുള്ളാണ്. അവനെ ഞാൻ എങ്ങനെ തോൽപ്പിക്കും? അപ്പോഴായിരിക്കും കുഞ്ഞിപ്പെണ്ണ് ആ വലിയ ടവർ കാണിച്ചു കൊടുക്കുക. എനിക്ക് സാധിക്കുമെങ്കിൽ ഈ ടവറിന് മുകളിൽ കയറ്. ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു പ്രീഷ്യസ് വാട്ടർ അത് കുടിക്കാൻ സാധിച്ചാൽ നിന്റെ പവർ അത് ഇരട്ടിയാവും. അത് കേട്ട് ഗോകു രാവും പകലും ഇല്ലാതെ ആ ഒരു ടവറിന്റെ മുകളിലേക്ക് കയറുകയാണ്. വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് അങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. ദിവസങ്ങൾക്ക് ശേഷം ഇപ്പൊ ഗോകു അവൻ ഒരു വിധത്തില് ആ ഒരു ടവറിന്റെ ബ്രിം കാണും. അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു വിധത്തിൽ അതിന്റെ മുകളിലേക്ക് കയറി വരികയാണ്. അവൻ ചുറ്റും നോക്കും. ഒരുപാട് ഭരണികൾ അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അത്ഭുത ജലം അതെവിടെ? അത് ഈ ഭരണികളിലായിരിക്കും ചിന്തിച്ച് അവനാണെങ്കിൽ അതിലൊരു ഭരണിയുടെ അടപ്പ് മാറ്റും. അപ്പൊ അവൻ കാണും അതിൽ ബുൽമയും ട്ടപ്പനും അവർ രണ്ടുപേരും കാര്യമായിട്ട് എന്തൊക്കെയോ കിച്ചണിൽ ചെയ്യാണ്. ഗോകു ആണെങ്കിൽ ബുൽമയെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ ശബ്ദം അവൾ കേൾക്കും. പക്ഷേ അതാരാണെന്ന് മനസ്സിലാവാതെ അവൾ മൊട്ടപ്പനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം അവൾ ആ പാനിൽ കയറി കൈ തൊടും. അവളുടെ കൈ പൊള്ളും. അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കണ്ട് ചിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു സീനും അതുപോലെ തന്നെ ഭരണിയിലുണ്ടായിരുന്ന വെള്ളവും അത് ഡിസപ്പിയർ ആവും. അതിനുശേഷം ഗോകു ആണെങ്കിൽ അടുത്ത ഭരണി ഓപ്പൺ ചെയ്യും. അവന് കാണാൻ കഴിയുക ചേച്ചിയായിരിക്കും. അവളാണെങ്കിൽ നദിക്കരയിലിരുന്ന് പൂ വെറുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗോകു അവൻ അവളെ ഉച്ചത്തിൽ വിളിക്കും. അവന്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കുകയാണ്. മരത്തിനിടയിലൂടെ അവനിപ്പോ അവളുടെ അടുത്തേക്ക് ഓടി അടുക്കും. അവനെ കണ്ട് നാണിച്ച് അവൾ മുഖം താഴ്ത്തി നിൽക്കുമ്പോൾ ആ ഒരു സീനും അതിനകത്തുണ്ടായിരുന്ന വെള്ളവും രണ്ടും തീർന്നു പോവാണ്. ഗോകു ആണെങ്കിൽ അടുത്തായിട്ട് ആ 3ാമത്തെ ഭരണി അത് ഓപ്പൺ ചെയ്യും. അടുത്ത നിമിഷം അതിൻ്റെ അകത്ത് നിന്ന് പഴുതാരെ പോലെ എന്തോ ഒന്ന് പുറത്തേക്ക് ചാടി വരികയാണ്. ഗോകുവിന്റെ മുൻപിലൂടെ ഇപ്പോൾ ഓരോരുത്തരുടെ മുഖമായിട്ട് അങ്ങനെ മിന്നി മാറും. ആ ജയന്റിന്റെ, കുഞ്ഞു പെണ്ണിന്റെ, അതുപോലെ തന്നെ എൽഡറിന്റെ, ആ മുടിയന്റെ, അങ്ങനെ എല്ലാവരുടെയും ഫേസ് മാറി മാറി അവന്റെ മുൻപിലൂടെ മറയാണ്. ആ 7 ഡ്രാഗൺ ബോൾസ് അതിപ്പോ അവന്റെ കൺമുമ്പിലേക്ക് വരും. ഗോകു ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കും, ഹെർമിറ്റ് നിങ്ങൾ എവിടെയാണ്? എനിക്ക് ആ പ്രീഷ്യസ് വാട്ടർ അത് വേണം. ഉടനെ ഒരു ശബ്ദവും കേൾക്കും, മുകളിലേക്ക് വരിക. ശബ്ദം കേട്ട് ഗോകു ആണെങ്കിൽ ഇപ്പൊ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരും. അതിനുശേഷം ചുറ്റും നോക്കും. അവിടെ എവിടെയും ആരെ കാണാനില്ല. ഹെർമിറ്റ് നിങ്ങൾ എവിടെയാണ്? അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് വീണ്ടും ഒരു ശബ്ദവും കേൾക്കുക. അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അവിടെ ഒരു പൂച്ച നിൽക്കുകയാണ്. ഗോകു ആണെങ്കിൽ അതിന്റെ അടുത്തേക്ക് വരും. ഹെർമിറ്റ് അദ്ദേഹം എവിടെ? അതിനെ കാറ്റ് പറയും, നീ അന്വേഷിക്കുന്ന ഹെർമിറ്റ് അത് മറ്റാരുമല്ല, ഞാനാണ്. ഗോകു ആണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. ഗോകു ആ ഹെർമിറ്റിനോട് എനിക്ക് ആ പ്രീഷ്യസ് വാട്ടർ അത് വേണമെന്ന് ആവശ്യപ്പെടും. ആ പൂച്ച പറയും, നീ വളരെ സ്പീഡിൽ തന്നെയാണ് മുകളിലേക്ക് കയറി വന്നത്. പക്ഷേ ആ ഒരു പ്രീഷ്യസ് വാട്ടർ അത് ഞാൻ നിനക്ക് തരില്ല. അത് കേട്ട് ഗോകു ഞെട്ടുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ മുടിയൻ താമസിക്കുന്ന ഗ്രാമം അത് കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ പതിയെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും അവനെ പേടിയാണ്. എങ്ങനെയെങ്കിലും അവനെ ഇല്ലാതാക്കണം. ആ ഒരു ഒറ്റ ചിന്ത മാത്രമാണ് അവിടെയുള്ള എല്ലാവർക്കും. സോ ഒരുത്തനാണെങ്കിൽ ഇപ്പൊ അയാളെ ഫോളോ ചെയ്ത് വന്ന് ഗണ്ണ് ഇപ്പൊ ആൾക്ക് നേരെ പോയിന്റ് ചെയ്യും. അവനാണെങ്കിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് അവന്റെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്യും. പക്ഷെ ആ മുടിയൻ അവൻ പതിയെ മുൻപോട്ടേക്ക് നടന്ന് അവന്റെ ചെരുപ്പ് അങ്ങനെ കറക്കും. അതങ്ങനെ കറങ്ങി വന്ന് ആ ബുള്ളറ്റിൽ അടിച്ച് ബുള്ളറ്റ് അങ്ങനെ തിരികെ പോവാണ്. ചെരുപ്പാണെങ്കിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വന്ന് അവന്റെ കാലിൽ വീഴും. ആ ഷൂട്ട് ചെയ്തവനാണെങ്കിൽ ഷോക്കാവും. അവന്റെ തലപ്പാവ് അത് കത്തിക്കരിഞ്ഞു പോയിരിക്കുകയാണ്. അവൻ പുറകിലേക്ക് നോക്കും. ആ ബുള്ളറ്റ് പുറകിലുണ്ടായിരുന്ന ഒരാളുടെ ജീവൻ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആ മുടിയൻ അവനിപ്പോ വലിയൊരു കോട്ടേജിലേക്ക് കടന്നു വരും. അവിടെയുള്ളവരെല്ലാവരും പേടിയോടെയും ബഹുമാനത്തോടും കൂടെയാണ് അവനെ നോക്കുന്നത്. അവനാണെങ്കിൽ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് ഇപ്പൊ ബാത്ടബിലേക്ക് കടന്നു വരും. ചൂടുവെള്ളം അത് ഓൺ ചെയ്ത് തിളയ്ക്കുന്ന ചൂടുവെള്ളത്തിലേക്ക് അവൻ പതിയെ ഇറങ്ങി അവന്റെ നീരാട്ട് അത് ആരംഭിക്കുകയാണ്. അവൻ അതേ വെള്ളത്തിൽ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങി അതങ്ങനെ ഹായി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. അവൻ ടൈം നോക്കും. ടൈമൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ആൾ കുളിക്കുക.
അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കാട്ടിലൂടെ അലഞ്ഞു നടക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ അവളുടെ പപ്പയുടെ കബറിടത്തിലേക്ക് തന്നെ നോക്കും. അതിനുശേഷം ആ വലിയ പിരമിഡിലേക്കും. ഗോകുവിന്റെ അവസ്ഥ അതെന്തായിരിക്കും? അവനെ കൊണ്ട് ആ ഹോളി വാട്ടർ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവോ? ഹെർമിറ്റ് ആ ഹോളി വാട്ടർ അത് അവന് കൊടുത്തിട്ടുണ്ടാവോ? അതിലൂടെ അവന് സ്ട്രെങ്ത് ആവാൻ കഴിയോ? പപ്പയുടെ നഷ്ടപ്പെട്ടു പോയ ജീവൻ അത് അവനെ കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ച് അവളാണെങ്കിൽ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഗോകു ആണെങ്കിൽ തീർത്തു പറയും, എനിക്ക് ആ ഹോളി വാട്ടർ അത് കിട്ടിയേ പറ്റൂ. അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് ഡ്രാഗൺ ബോൾസ് എല്ലാം തന്നെ ചേർത്ത് വെച്ച് കുഞ്ഞിപ്പെണ്ണിന്റെ പപ്പയെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയൂ. ക്യാറ്റ് ആണെങ്കിൽ ഇപ്പൊ ദൂരത്തായിട്ട് വലിയൊരു പീഠം കാണിച്ചു കൊടുക്കും. നീ അന്വേഷിക്കുന്ന ഹോളി വാട്ടർ അത് അതിന്റെ മുകളിലാണ്, പക്ഷെ ഒരു കാരണവശാലും നിനക്ക് ഞാൻ അത് തരില്ല. ഗോകു ആണെങ്കിൽ അത് കേട്ട് ടെൻസ്ഡ് ആവും. എനിക്കത് കിട്ടിയേ പറ്റൂ, എങ്കിൽ മാത്രമേ എന്റെ ലക്ഷ്യം അത് നിറവേറ്റാനായിട്ട് എനിക്ക് കഴിയൂന്ന് പറഞ്ഞ് അവനത് എടുക്കാനായി ഇപ്പൊ പതിയെ മുകളിലേക്ക് കയറും. ഗോകു വെള്ളത്തിന്റെ ക്ലോസ് തന്നെ താമസം. അടുത്ത നിമിഷം ആ ക്യാറ്റ് അതിന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് അതുപയോഗിച്ച് ഗോകുയെ ആഞ്ഞടിക്കും. ഗോകു താഴേക്ക് വീഴും. ഗോകു ആണെങ്കിൽ തോൽവി സമ്മതിക്കാതെ വിട്ടുകൊടുക്കാതെ വീണ്ടും അതെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓരോ തവണ അവനതിന് ശ്രമിക്കുമ്പോഴും ക്യാറ്റ് ആ സ്റ്റിക്ക് വെച്ച് അവനെ ബ്ലോക്ക് ചെയ്യും. അവരോട് പോയ ഗോകു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എനിക്കത് കിട്ടിയേ പറ്റൂ, അത് കിട്ടാതെ എനിക്ക് ആ മുടിയനെ തോൽപ്പിക്കാൻ കഴിയില്ല, സോ ദയവ് ചെയ്ത് അതെനിക്ക് തരണമെന്ന് പറഞ്ഞ് വീണ്ടും അതെടുക്കാൻ ശ്രമിക്കും. ഗോകു ആണെങ്കിൽ ഓരോ തവണ അതെടുക്കാൻ ശ്രമിക്കുമ്പോഴും ആ ക്യാറ്റ് അത് അവന്റെ സ്റ്റിക്ക് വെച്ച് തടഞ്ഞുകൊണ്ടേയിരിക്കും. ആ ക്യാറ്റ് ആണെങ്കിൽ അവന്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് ആ ഒരു ഹോളി വാട്ടർ അവന്റെ സ്റ്റിക്കിൽ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. ഗോകു ആണെങ്കിൽ പിന്നാലെ ഓടിയും കുട്ടക്കരണം മറിഞ്ഞും ഇതെങ്ങനെയെങ്കിലും ചാടി എടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഓരോ തവണ അവൻ ശ്രമിക്കുമ്പോഴും ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. നിനക്കെന്താ വട്ടുണ്ടോ? അവിടെ ഒരു അല്പം കരുണെങ്കിലും നിനക്ക് കാണിച്ചൂടെ? അതെനിക്ക് തായോ? പക്ഷേ ആ ക്യാറ്റ് ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നീ ഇത് എന്നിൽ നിന്നും വാങ്ങിക്ക്. ഗോകു ആണെങ്കിൽ വീണ്ടും ശ്രമിക്കും. പക്ഷെ ഓരോ വട്ടവും അവൻ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ സെക്കൻഡുകൾ കടന്നുപോയി നേരെ സന്ധ്യയായിരിക്കുകയാണ്. അടുത്ത നിമിഷം ക്ലൗഡ്സ് ഒക്കെ ഇരുണ്ടുകൂടി വമ്പ ഫോഴ്സിൽ ലൈറ്റ്നിങ്ങും തണ്ടറും ഒക്കെ മുഴങ്ങി അവിടെ നല്ല ഫോഴ്സിൽ മഴ അങ്ങനെ പെയ്യാണ്. ഇവിടെ കാമ ഹൗസ് കാണിക്കും. അവിടെ റോഷി ആണെങ്കിൽ ഇളകി മറയുന്ന കടലിലേക്ക് നോക്കി നിൽക്കുകയാണ്. ബുൽമയാണെങ്കിൽ ഇപ്പൊ പുറത്തിട്ടിരിക്കുന്ന ഡ്രസ്സ് അത് മഴ നനയാതിരിക്കാൻ അകത്തേക്ക് കൊണ്ടുപോകും. പക്ഷെ റോഷിയോട് അകത്തേക്ക് കയറി വരാനായിട്ട് അവൾ ആവശ്യപ്പെടും. അതിന് മാസ്റ്റർ പറയും, എന്തോ വലുതായിട്ട് സംഭവിക്കാൻ പോവാണ്. വളരെ അൺയൂഷ്വൽ ആയിട്ട് എവിടെയോ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആളിങ്ങനെ അവിടേക്ക് തന്നെ നോക്കും. കട്ട് ചെയ്ത ഇവിടെ ഗോകു കൊണ്ടാണെങ്കിൽ ഇതുവരെ ആ ഒരു ഹോളി വാട്ടർ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉടനെ ഗോകു ചോദിക്കും, ആരെങ്കിലും ഇതിനു മുൻപ് ഈ ഹോളി വാട്ടർ അത് കുടിച്ചിട്ടുണ്ടോ? അതിനാ ക്യാറ്റ് പറയും, ഉണ്ട്, വർഷങ്ങൾക്ക് മുൻപ് ഒരാൾക്ക് ഇത് സ്വന്തമാക്കി കുടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാരാണെന്ന് ഗോകു ചോദിക്കും. അതിനാ ക്യാറ്റ് പറയും, അത് മറ്റാരുമല്ല, നിന്റെ മാസ്റ്റർ. അത് കേട്ട് ഗോകു ഞെട്ടും. ഇവിടെ മാസ്റ്റർ റോഷി ആണെങ്കിൽ ആളുടെ പവർ അതങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. ആളുടെ ബോഡി ജയന്റ് ആക്കി മാറ്റി ഇപ്പോൾ ഒരു വലിയ ഫോഴ്സ് അത് ആ കടലിലേക്ക് അടിച്ചു വിടും. ഗോകുവിനാണെങ്കിൽ അത് കേട്ട് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾ എന്തായി പറയണേ? എന്റെ മാസ്റ്റർ ഈ ഹോളി വാട്ടർ കുടിച്ചെന്നോ? ക്യാറ്റ് പറയും, അതെ, നിന്റെ മാസ്റ്റർ ആ റോഷിയല്ലേ, അദ്ദേഹമാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഹോളി വാട്ടർ കുടിച്ച ഒരാള്. ഗോകുവിനെ കണ്ടാണെങ്കിൽ അതിപ്പോഴും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾ സത്യമാണോ പറയണേ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാസ്റ്ററിന് അത്രയും പവർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞങ്ങൾ അറിയാത്ത ഒരുപാട് പവർ മാസ്റ്ററിന്റെ ബോഡിയിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതാരും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ഇവിടെ ആ കുഞ്ഞിപ്പെണ്ണ് ആണെങ്കിൽ ആ പെരുമഴയിൽ ഗോകുവിന് വേണ്ടി താഴെ കാത്തു നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.